കാരണം ഇത് പൊതുവേ നമുക്കൊരു സംശയമാണ്. ഒരാൾ ഗുരുവായി സ്വീകരിച്ചു, ഇനി എന്ത് ചെയ്യും? ഇത് ഗുരു അല്ലാന്ന് മനസ്സിലായി, ഇത് ലഘുവാണെന്ന് മനസ്സിലായി, ആദ്യം അറിഞ്ഞിരുന്നില്ല. പൊതുവെ ലോകത്തിൽ ഗുരു പേരിനെ കൊണ്ടോ പ്രശസ്തിയെ കൊണ്ടോ അങ്ങനെയൊക്കെ ആയിരിക്കും അറിയപ്പെടുക. അല്ലെങ്കിൽ ശിഷ്യസമ്പത്തിൻ്റെ വൈപുല്യത്താലായിരിക്കും അറിയപ്പെടുക, അല്ലെങ്കിൽ എഴുതിയ പുസ്തകങ്ങളുടെ എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിലാവും. ഇങ്ങനെയൊക്കെയാണ് പൊതുവെ ലോകത്തിൽ പതിവ്. അതെല്ലാം ബാഹ്യങ്ങൾ മാത്രമാണ്. അതൊന്നും ഗുരുവിൻ്റെ ആന്തരിക ലക്ഷണമല്ല, അതൊന്നും വിജ്ഞാനിയുടെ ആന്തരിക ലക്ഷണമല്ല. അപ്പോൾ നമ്മൾ അവിടെ വേറൊരു പ്രശ്നം വരുന്നുണ്ട്. ശരി സ്വാമി, ഞാൻ ഗുരുവെന്ന് വിചാരിച്ച് കണക്കാക്കി, പക്ഷെ പിന്നീട് ലഘുവാണെന്ന് മനസ്സിലായി. അപ്പോഴോ ഒരു പ്രശ്നവുമില്ല. ഗുരുഗീതയിൽ വ്യക്തമായിട്ട് ഇതിന് മറുപടി പറയുന്നുണ്ട്. ഗുരുഗീത എന്ന് പറഞ്ഞാൽ ഗുരുഗീതയുടെ ചില ഭാഗങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം. ഈ കൂട്ടത്തിൽ ഗുരുബ്രഹ്മ ഗുരു വിഷ്ണു അഖണ്ഡമണ്ഡലാകാരം വ്യാപ്തം ഏന, അതൊക്കെ ഗുരുഗീതയിലുള്ളതാണ്. ഈ ഗുരുഗീത സ്കന്ദപുരാണത്തിൻ്റെ ഭാഗമാണ്, സ്കന്ദപുരാണത്തിലാണുള്ളത്. അവിടെ പറയുന്നുണ്ട്, എപ്രകാരമാണോ ഒരു തേനീച്ചയോ ചിത്രശലഭമോ തേൻ തേടി ഒരു പുഷ്പത്തിൽ നിന്ന് മറ്റൊരു പുഷ്പത്തിലേക്ക് പോകുന്നത്, അതുപോലെ ഗുരുവിൽ നിന്ന് ഗുരുവിലേക്ക് പോകാം എന്ന് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പം തേനീച്ച അഥവാ ചിത്രശലഭം ഒരു പൂവിൽ നിന്ന് മറ്റൊരു പൂവിലേക്ക് തേൻ തേടി പോകുന്നത് പോലെ ഗുരുവിൽ നിന്ന് ഗുരുവിലേക്ക് പോകാം. കാരണം ഇത് പൊതുവേ നമുക്കൊരു സംശയമാണ്. ഒരാൾ ഗുരുവായി സ്വീകരിച്ചു, ഇനി എന്ത് ചെയ്യും? ഇത് ഗുരു അല്ലാന്ന് മനസ്സിലായി, ഇത് ലഘുവാണെന്ന് മനസ്സിലായി, ആദ്യം അറിഞ്ഞിരുന്നില്ല. എപ്പോഴാണ് ഒരു തേനീച്ച അഥവാ ഒരു ചിത്രശലഭം അഥവാ ഒരു വണ്ട് ഒരു പൂവിൽ നിന്ന് മറ്റൊരു പൂവിലേക്ക് തേൻ തേടി പോകുന്നത്? ഒന്ന്, ആ പൂവിൽ തേൻ കഴിഞ്ഞു. രണ്ട്, അതിൽ ആദ്യമേ തേൻ ഉണ്ടായിരുന്നില്ല, തേനുണ്ടെന്ന് ഞാൻ വിചാരിച്ചതാണ്. മൂന്ന്, അതിൽ തേനുണ്ട്, പക്ഷെ എനിക്കെടുക്കാൻ കഴിയില്ല. അങ്ങനെ വരാം, തൻ്റെ കഴിവുകേടാണ്. താമരപ്പൂവിലെ തേന് വണ്ട് സുഖമായിട്ട് കഴിക്കും. പക്ഷേ ചെമ്പരത്തിപ്പൂവിലെ തേന് വണ്ടിനുണ്ണാൻ പറ്റില്ല. അഥവാ വാഴപ്പൂവിലെ തേന് വണ്ടിന് പറ്റില്ല. വാഴപ്പൂവിലെ തേൻ ഏറ്റവും അധികം കഴിക്കുന്നത് വവ്വാലും ചെറിയ പക്ഷികളൊക്കെയാണ്, ചെറിയ പക്ഷികൾ. കാരണം അങ്ങനെയാണ് അതിൻ്റെ ഘടന. നീണ്ട കൊക്കുണ്ടെങ്കിലേ സാധിക്കുള്ളൂ അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട്. അപ്പോൾ ഓരോന്നിനും ഓരോന്നുണ്ട്. അപ്പോൾ അവിടെ തേനില്ലെന്നർത്ഥമില്ല. ഞാൻ ഗുരുവെന്ന് വിചാരിച്ചു പോയി, അയാൾ ഗുരുവൊന്നും അല്ല എന്ന് പറയാൻ പറ്റില്ല. എനിക്ക് അവിടുന്ന് എടുക്കാൻ കഴിയില്ല. രണ്ട്, അവിടെ ഉണ്ടായിരുന്നു പക്ഷെ തീർന്നു പോയി, അങ്ങനെയാവാം. മൂന്ന്, അവിടെ ഉണ്ടെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചതാണ്, അടുത്ത് ചെന്നപ്പോഴാണ് മനസ്സിലായത് ഒന്നുമില്ല. മിക്കവാറും ഈ ആധ്യാത്മിക പ്രഭാഷകർ ഈ വകുപ്പായിരിക്കും. ഒരു 2 വെടിക്കുള്ള സാധനം ഉണ്ടാവും. ഈ 2 വെടി കൊണ്ടാണ് അവർ 1,00,000 വെടി വെക്കുന്നത്. അങ്ങനെ 2 വെടി കൊണ്ട് 1,00,000 വെടി വെക്കുക? 2 വെടി കൊണ്ട് 50,000 സ്ഥലത്ത് പോയ 1,00,000 വെടിയായി. പിന്നെ സംശയ നിവാരണം അനുവദിക്കാനും പാടില്ല, എന്നാൽ കുഴപ്പമില്ല. സംശയ നിവാരണം അനുവദിച്ചാൽ എന്തൊക്കെയാ ചോദിക്കുക എന്ന് കണക്കില്ല. അപ്പം നമ്മൾ ഗുരുവാന്ന് വിചാരിച്ചു പോയി, പിന്നെ മനസ്സിലായി ലഘുവാണെന്ന്. അപ്പം ചുരുക്കി പറഞ്ഞാൽ, തനിക്ക് എടുക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ അവിടെ തേനില്ലെങ്കിൽ
അവിടെ ഉണ്ടായിരുന്നു, തീർന്നു പോയി. ആ സ്ഥിതിയിൽ നമുക്ക് മറ്റൊരു പൂവിലേക്ക് പോകാം. അല്ലാതെ വയ്യ, അല്ലാതെ പോവില്ല. വയ്യാന്നല്ല, പോവില്ല. ശരി.